ഇ.ഡി. കൈക്കൂലി കേസിലെ ഒന്നാം പ്രതി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ആരോപണങ്ങൾ ഗൂഢോദ്ദേശത്തോടുകൂടിയാണെന്നും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം. അതേസമയം കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ്.പി. എസ്. ശശിധരൻ പറഞ്ഞു. അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇ.ഡി. കൈക്കൂലി കേസിലെ പ്രതിയായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കേസുമായി തനിക്ക് യാതൊരു വിധത്തിലുമുള്ള ബന്ധമില്ല. ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ യാതൊരു ബന്ധവും തനിക്ക് ഈ ഒരു കേസുമായില്ല. ഒപ്പം തന്നെ ചിലർക്ക് ഇ.ഡി. കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും എന്നുമാണ് ഈ ഒരു ജാമ്യ ഹർജിയിൽ നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഒരു ഹർജി കോടതി പരിഗണനയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിലെ 3 പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് ഒരിക്കലും ഒരു തിരിച്ചടിയല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വിജിലൻസ് എസ്.പി. ആയിട്ടുള്ള എസ്. ശശിധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫോൺ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട്, ഡിജിറ്റൽ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് അത്തരത്തിൽ തെളിവ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലവിൽ വിജിലൻസ് എസ്.പി. സൂചിപ്പിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരെ ഉള്ള സന്ധിയില്ലാത്ത സമരമാണ്. അതിലിപ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഈ പറയുന്ന പരാതിയിൽ പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇനി ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിൻ്റെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരികയാണ്. വ്യവസായിയിൽ നിന്നും ഇ.ഡി. കേസ് ഒതുക്കുന്നതിന്റെ ഭാഗമായി 2 കോടി രൂപ ആവശ്യപ്പെട്ട കേസിൽ 3 പേരാണ് പിടിയിലായിട്ടുണ്ടായിരുന്നത്. ഈ 3 പേർക്കും കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഉപാധികളോടുകൂടിയായിരുന്നു ഈ ജാമ്യം. എല്ലാ ദിവസവും, അതായത് വരുന്ന 7 ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്ന നിർദ്ദേശം കൂടി ഇവർക്ക് നൽകിയിട്ടുണ്ട്. ശരി, അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങൾ നൽകിയത്.